ബഹുമാന്യരായ ഉസ്താദന്മാരെ, സ്നേഹമുള്ളവരെ, മക്കളെ, ജാമ്യവും ഹാനിയുമായ എ മുതൽ ഇസഡ് വരെ പരാമർശിക്കുന്ന വിശാലമായ വിഷയസംബന്ധമായ പ്രസംഗം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനിയൊരു ചടങ്ങ് എന്നുള്ള നിലയ്ക്കാണ് എന്നെ വിളിച്ച്, കാരണം രചനത്തിൻ്റെ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് ഈ സദസ്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ സംസ്ഥാന സമിതി വേണ്ടതിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരിയും കൂടി ഊർജം കൊടുത്ത് ഒന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അനൗൺസ് നടത്തിയിരുന്നെങ്കിൽ ഈ VJT ഹാളും പറ്റൂല, ഇതിൻ്റെ അപ്പുറത്തെ ഹാളും പറ്റുകയില്ല. എന്തായാലും എറണാകുളം ജില്ല ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ഉലമാക്കൾ ഉസ്താദന്മാരോട് എത്തിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പ്രതിബന്ധം ബഹുമാനപ്പെട്ട സഭയെ അറിയിക്കുകയാണ്. നമ്മുടെ 70 വർഷം തികയുന്ന ഈ 70ാം വാർഷികത്തിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എറണാകുളം ജില്ലയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മർഹൂം മുൻ പ്രസിഡൻ്റായ ചേലക്കുളം ഉസ്താദിൻ്റെ ഖബർ ഷരീഫിൽ സിയാറത്ത് ചെയ്തുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അവിടെ നടക്കുന്ന ആ പരിപാടി 1-ാം തീയതി വിജയിപ്പിക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ നാളെ ഇതിൻ്റെ സംയുക്തമായ സ്വാഗതസംഘം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ 2024 തജ്ദീദ് എന്ന ഒരു അജണ്ട വെച്ച് മുഅല്ലിമീങ്ങൾക്ക് ഓരോ മാസവും പ്രവർത്തിക്കേണ്ട ഒരു രൂപരേഖ രചനത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി മുഅല്ലിമീങ്ങൾക്ക് നൽകിയിരുന്നു. അത് ഓരോ മാസവും ഓരോ പ്രോഗ്രാമാണ്. അതിൻ്റെ സമാപനമാണ് ഈ ഡിസംബർ. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 31-നായിരുന്നു അതിൻ്റെ സമാപനം വെച്ചത്. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് 24-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ മേഖലകളിലും ഈ തജ്ദീദ് സംബന്ധമുള്ള സമ്മേളനം നടക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ ജമിയത്തിൻ്റെ താലൂക്കിൻ്റെ മീറ്റിങ്ങുകൾ നടക്കും. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ തൊടിയൂർ ഉസ്താദ് സൂചിപ്പിക്കുന്ന പോലെ ഈ സംഘടനയുടെ ചാലക ശക്തിയാണല്ലോ ജനത്തുൽ മുഅല്ലിമീൻ. എല്ലാത്തിലും എത്തിച്ചേരേണ്ടവരാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ ഈ സഭയെ സംബന്ധിച്ച് പരാമർശിക്കാം. നമ്മുടെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യാവകാശ ഈ ദിനം ഈ ഡിസംബർ 10 മുമ്പ് പ്രസംഗിച്ചവർ സൂചിപ്പിച്ചതുപോലെ ലോകത്തെങ്ങും ഇതിൻ്റെ ഒരു അനുസ്മരണമോ സന്ദേശമോ നടക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ മനുഷ്യാവകാശം ആഗോളതലത്തിൽ ലംഘിക്കപ്പെടുന്ന വിഭാഗം ആരാണ്? ഇവിടെ എല്ലാവരുടെയും ചർച്ചയിൽ നമുക്കത് ബോധ്യമായി. മുസ്ലിം സമൂഹമാണ്. ആകാശത്തിൻ്റെ താഴെ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിനോടാണ്. എന്താ ഇതിൻ്റെ കാരണം? നമ്മ ഒരാളെ ശത്രുവായിട്ട് കാണണമെങ്കിൽ അതിനൊരു കാരണം വേണം. അത് ബഹുമാനപ്പെട്ട ഉസ്താദോടെ വിശാലമായി സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ താഴെ മനുഷ്യാവകാശം പഠിപ്പിച്ച വിഭാഗം പരിശുദ്ധ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് നിലനിന്നാൽ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന വിഭാഗത്തിനൂടെ നിലനിൽപ്പുണ്ടാവില്ല. അതാ ഖുർആൻ പറഞ്ഞത്, വദ്ദകഥീറും മിൻ അഹ്ലിൽ കിതാബ് ലിയർദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ ഹസദ. അടിസ്ഥാനപരമായി ഈ സംസ്കാരത്തിനോടും വിശ്വാസത്തിനോടും ആദർശത്തോടുമുള്ള അസൂയയാണ് ആഗോളതലത്തിൽ. ഇവിടെ ആർക്കും എടുത്തു പറയാനുള്ളത് മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങൾ അല്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും UN വരെ നമ്മുടെ പ്രസംഗം നല്ലൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു. UN എന്നുള്ളത് മാറ്റിയിട്ട് US എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്. കാരണം UN തന്നെ അപ്രസക്തമായിരിക്കുകയാണ്. ഇത് പ്രഖ്യാപിച്ച ഒരു സംവിധാനത്തിൻ്റെ പേരാണ്, അതുവരെ അപ്രസക്തമായിരിക്കുകയാണ്. അവർക്ക് വരെയും ആഗോളതലത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇവിടെ പോരാടുന്നത് എന്ന് ഫലസ്തീനും ലബനാനും ഒക്കെ ഉറച്ചു പറയുമ്പോൾ മറുഭാഗം എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എന്താണ്ടത്, ഇന്ത്യ ആയുധം കൊടുക്കരുത് എന്നൊരു ഹർജി സുപ്രീം കോടതി ചെന്നപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് കാലാവധി പൂർത്തിയായി പുറത്തിറങ്ങിയ ആ മിടുക്കനായ ജസ്റ്റിസ് പറഞ്ഞത് നിങ്ങളുടെ അനുമാനമാണെന്നാണ്. യഥാർത്ഥത്തിൽ അയാൾ തുറന്നുവിട്ട ഭൂതം ചെറുതൊന്നുമല്ല. അജ്മീർ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, അജ്മീറിലേക്ക് ഒരു സർവേ നടത്താൻ തീരുമാനിച്ചാൽ
അജ്മീറിൻ്റെ ചുറ്റുവട്ടത്തുള്ള അവസ്ഥ നമ്മളൊക്കെ പോയി കണ്ടേക്കണമല്ലേ. മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന ചേരികളാണ്. 10,000 കൊല്ലപ്പെടും, 10,000. ഒരിക്കലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പരിശുദ്ധമായ ഖബറിടം മാന്താനോ അവിടെ ഏതെങ്കിലും നിലയ്ക്കുള്ള സർവ്വെ നടത്താനോ മുസ്ലിം ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുമോ? അപ്പം അതിനുള്ള നെഞ്ചത്തുനിന്ന് ഇറച്ചി കണ്ടിച്ചെടുക്കാം, പക്ഷേ രക്തം വരരുത് എന്ന് പറയുന്നത് പോലെ 991 ഈ പാസ്സാക്കിയ നിയമം അനുസരിച്ച് ആരാധനാലയങ്ങളുടെ സ്വഭാവം അത് നിലനിൽക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിന് പരിശോധന നടത്തുന്നതിന് വിരോധമില്ല. ഇതാണ് നമ്മുടെ മിടുക്കനായ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവനയിലാണ് ഈ ഹർജികളെല്ലാം വന്നിരിക്കുന്നത്. ഇനിയും പലതും വരാനുണ്ട്. നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിസന്ധിയുടെ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിനെ നയിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഇരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന സമൂഹത്തിനെ നയിക്കുന്ന ഒരു വലിയ സമുദായ നേതൃത്വമായി കൂടിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യാവകാശം ലംഘിച്ചതിൻ്റെ പേരിൽ നാടുവിട്ട നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? തങ്ങൾ അവിടെ നിന്ന് പോകുമ്പോഴും എന്താ അല്ലാഹു തആല കൊടുത്തതായ ആ പ്രതീക്ഷ എന്താ? ലറാദ്ദു കൈല മആദ്. ഈ തങ്ങളെ അങ്ങോട്ട് വിടുവല്ല, തിരിച്ചുകൊണ്ട് കൊണ്ടുവരും. ഈ പോണ സഹാബാക്കൾക്ക് വരെയും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റിയ റിപ്പോർട്ടാണോ അത്? തങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്, പക്ഷെ തിരിച്ച് തങ്ങൾ ഇങ്ങോട്ട് വരും. ഈ തിരിച്ചു വരാനുണ്ടായ കാരണമെന്ത്, അതിൻ്റെ പ്രചോദനമെന്ത്, അതിൻ്റെ അടിസ്ഥാനമെന്ത് എന്ന് ഈ മനുഷ്യാവകാശ ദിനത്തിൽ ഒത്തുകൂടിയ നമ്മൾ വിലയിരുത്തേണ്ട ഒരു അജണ്ടയാണ്. എന്തുകൊണ്ടിട്ടാണ് മദീനയിൽ നിന്നും 1.25 ലക്ഷം ഭടന്മാരുമായി സമുദായത്തിൻ്റെ രാജാവായിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് തിരിച്ചു വരാൻ തങ്ങൾക്ക് കഴിഞ്ഞത്? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ടുണ്ട്. മക്കത്ത് നിസ്കരിക്കാൻ അനുവദിച്ചില്ല, മിണ്ടാൻ അനുവദിച്ചില്ല, സ്വസ്ത്രമായി നടക്കാൻ അനുവദിച്ചില്ല, ഇല്ലേ? ഈ പറയപ്പെട്ട എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചു. ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥ ഏതാണ്? ഇസ്ലാം തുടക്കത്തിലേക്ക് മടങ്ങിയാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ സമുദായത്തിനെ പിടിച്ചു നിർത്തേണ്ട, ഇതിനകത്തൊക്കെ നമുക്ക് കിട്ടേണ്ടതായ മെസ്സേജ് ഇതാണ്. നമ്മിവിടെ വന്നപ്പോൾ നേരത്തെ ഇപ്പോൾ സ്വാഗത പ്രസംഗം ഇർഷാദ് മൗലവി അടക്കമുള്ളവർ സംസാരിച്ചു, പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഒരു മനുഷ്യാവകാശ സമ്മേളനം തുടങ്ങുന്നത്? നമുക്ക് ഇതിൽ നിന്നും സമുദായത്തിനെ ഉദ്ധരിക്കാനുള്ള ഒരു മെസ്സേജ് ഇവിടുന്ന് കിട്ടണം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. പറഞ്ഞ വാചകതാണ്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അലാഇന്ന നസ്റല്ലാഹി ഖരീബ്. ഇത് സമുദായത്തിന് കൊടുത്ത് ധൈര്യം പകർന്ന്, കാരണം യുദ്ധത്ത് വ്യാപകമായി നടക്കുന്ന കാലമായിപ്പോയത്. യഥാർത്ഥത്തിൽ വസയിലെ പോരാളികളെ മാത്രം ആ 100 ചില്ലാനം വരുന്ന തടഞ്ഞു വെച്ചിരിക്കുന്ന തടവ് പുള്ളികളെ ഞങ്ങൾ വിട്ടു. ഞങ്ങൾ സുല്ല എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നില്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആക്രമിക്കാൻ വല്ല ചാൻസും ഉണ്ടോ? പക്ഷെ എന്തുകൊണ്ട് വിടുന്നില്ല? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ സമുദായത്തിന് നമ്മൾ കൊടുക്കേണ്ട ആത്മധൈര്യവും സമുദായത്തിന് നമ്മൾ കൊടുക്കേണ്ട സന്ദേശവും ഈ ഒരുമിച്ച് കൂടലിൽ ഇതിൽ വലിയ പരീക്ഷണത്തിലേക്ക് ഇനി വരും. ഇപ്പോൾ 8 പള്ളികളെ സംബന്ധിച്ചാണ് സർവേ നടക്കുന്നത്. ഇനി 800-ൻ്റെയും 8000-ൻ്റെയും സർവേ വരും. ആ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ പതറരുത്. സഹാബാക്കൾ ഉറച്ചു നിന്ന പാതയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള മെസ്സേജാണ് ലജനത്തുൽ മുഅല്ലിമീൻ ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ, ഈ പിന്നെ മനുഷ്യാവകാശ സന്ദേശത്തിൻ്റെ ദിവസത്തിലൂടെ സംസ്ഥാന നേതൃത്വം നിങ്ങൾക്ക് തരുന്ന അതാണ്. ഈ നിലയ്ക്ക് ഇവിടെ നിന്ന് ഒരു നിലയ്ക്ക് ജീവിക്കാനും മിണ്ടാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും അനുവദിക്കാതെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിട്ട് അവിടെ പോയി തിരിച്ചു വന്നപ്പോഴുണ്ടായ അവസ്ഥ എന്താണ്? ബനൂ ശൈബ ഗോത്രക്കാരൻ്റെ അടുത്ത് താക്കോലിക്കുന്ന കഅബാലയത്തിൻ്റെ, അത് ഇന്ന് തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു വരുത്തി. കാരണം തങ്ങളുടെ ആഗ്രഹം കണ്ടിട്ട്. അതിന് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നു. നേരെ ബിലാൽ മുഅദ്ദിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സയ്യിദുൻ ഇഅ്തഖ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സയ്യിദുൻ ഇഅ്തഖ സയ്യിദുൻ എന്ന്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നേതാവാണ്, ആ നേതാവ് ഒരു നേതാവിനെ മോചിപ്പിച്ചു എന്ന്. യഥാർത്ഥത്തിൽ ഇതല്ലേ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്? ഒരടിമയായ നീഗ്രോയായ കറുത്തി ഇരുണ്ടതായ ഒരു അടിമ ചെറുക്കനെ വിളിച്ച് കഅബാലയത്തിൻ്റെ മുകളിൽ, അബൂ റളിയല്ലാഹു അൻഹു ആണെന്ന് എൻ്റെ ഓർമ്മ, കറുത്ത മോനെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ജാഹിലിയ്യ കാലത്തുള്ള സംസ്കാരമായി, ഇപ്പൊ മനുഷ്യർക്ക് അവകാശം കിട്ടിപ്പോയി. നേരെ ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പിൽ അവിടെ കിടന്നിട്ട് എൻ്റെ മുഖത്ത് ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് പശ്ചാത്താപത്തിലേക്ക് മടങ്ങിയ മനുഷ്യാവകാശം ഈ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബയുടെ ഉള്ളിൽ കയറണമെന്നുള്ള ആഗ്രഹം. അലി റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ താക്കോല് വരുത്തി. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ, അമ്മ പറയേണ്ട ആവശ്യമില്ല.
പക്ഷെ ഈ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യാനങ്ങൾ താക്കോല് കയ്യിൽ വെച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. റസൂലുള്ളാഹി തങ്ങളെ സ്വന്തം നിസ്കരിച്ച കഅബാലയം ഇനി പൂട്ടി നീ താക്കോല് കയ്യിൽ വെക്കണ്ടെന്നുള്ള കാരണം 1.25 ലക്ഷം പട്ടാളക്കാരാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പ്രമുഖനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല. താക്കോല് കയ്യിൽ വെച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തഅത്തുൽ അമാനാത്തി അഹ്ലിഹാ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനം തിരിച്ചു കൊടുക്കാനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. ഈ ആയത്ത് അലിയാർ തങ്ങളുടെ മുന്നിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓതി കേൾപ്പിച്ചപ്പോൾ താൻ സുരക്ഷിതമായി സൂക്ഷിച്ചു താക്കോലം കൊടുത്തു. ഇതാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഇവിടെ നേരത്തെ എല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ മനുഷ്യർക്ക് എവിടെയെല്ലാം അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട് അത് തുറന്നു കൊടുക്കാൻ, സ്വതന്ത്രമാക്കി കൊടുക്കാൻ അല്ലാഹു തആല കൊണ്ടുവന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ഇസ്ലാം. തൃശ്ശൂരിനപ്പുറം ചേലക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചേലക്കര എന്താ ഇപ്പോൾ ചേലക്കരയുടെ പേരിട്ട? നിങ്ങൾ ചരിത്രം അറിയുന്നവരോട് അന്വേഷിച്ച് നോക്ക്. ചേലക്കര എന്നുള്ള പേരുണ്ടാകാൻ കാരണം മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വനിതകൾ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് മാറുമറയ്ക്കാൻ അനുവാദമില്ല. ഈ ഒരു സംസ്കാരം ഈ രാജ്യത്ത് വരണമെന്നാണ് സവർണ മേധാവിത്വം ആഗ്രഹിക്കുന്നത്. അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഇസ്ലാം. കാരണം ഇവരുടെ പാരമ്പര്യം ഇവർക്കറിയാം, മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം ഇവർക്കറിയാം. ഇവരെല്ലാവരും ഒരുപോലെ കാണുന്നവരാണെന്നറിയാം. കറുത്തവനായാലും വെളുത്തവനായാലും ഒരുമിച്ച് നേരെ കയറി നിർത്തി കൈയെട്ടുന്നവരാണെന്നറിയാം. അവകാശങ്ങൾ പിടിച്ചു വെക്കുന്ന പാർട്ടി അല്ലാന്നറിയാം. അതുകൊണ്ട് ഈ പാർട്ടി ഇവിടെ നിലനിന്നാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. അത് തന്നെയല്ലേ ഇപ്പൊ കൊല്ലണവരുടെ പിന്നിലുള്ള അവരുടെ അജണ്ട നിന്നാ ഈ വംശഹത്യ നടത്തുന്നവർക്ക് എന്താ പറയാനുള്ളത്? ഒമാനക്കമോമിന്നും ഇല്ല ഇവനും ഇല്ല. ഒരു മുസ്ലിങ്ങളാണ് അതുകൊണ്ട് കൊല്ലണം, അല്ലാണ്ട് ഇവർ വേറെ ചെയ്തിട്ടല്ല. ഈ തമ്പിനകത്ത് കിടക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ്. ഇവിടെ വന്ന് ഈ അഭയാർത്ഥി ക്യാമ്പിൽ കൂടിയിരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇവരെ കൊല്ലണം. അത്ര ഉള്ളവരുടെ വേറെ അജണ്ട ഇല്ലല്ലോ. എന്തുകൊണ്ടിട്ടാണ് കൊല്ലുന്നത്? ഈ അവകാശം ഇവിടെ നിലനിർത്തുന്ന ഏക വിഭാഗം ഈ രാജ്യത്ത് മാറുമടക്കാൻ വനിതകൾക്ക് അർഹതയുള്ള അവകാശമുണ്ട്. അതവരുടെ അവകാശത്തിനെ ലംഘിക്കണം. അതുകൊണ്ട് മാറുമറയ്ക്കാൻ ചേലയില്ലാത്തവർക്കൊക്കെ ലോഡ് കെടുക്കന്റെ ചേല വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ടിപ്പു സുൽത്താൻ ചേല ഇറക്കി കൊടുത്ത ഗ്രാമത്തിലെ ജംഗ്ഷന്റെ പേരാ ചേലക്കര. ഇങ്ങനെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത ഈ മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ. തല്ലുവാണേ എന്നെ തല്ലാൻ നിനക്ക് അവകാശമില്ലേ എന്ന് പറയാനെങ്കിലും അറിയുന്നില്ല. നമുക്ക് തല്ലിക്കൊണ്ടിരിക്കുകയാണേ എന്നെ തല്ലാൻ നിനക്ക് അവകാശമില്ലടാവേ, ഇത് പറയാൻ നമുക്ക് അവകാശമില്ലേ? അതാണ് ഇന്നിവിടെ കൂടിയത്. ലജനത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയത് ഞങ്ങളെ തല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇത് പറയാൻ. ഇത് ജനത്തിന് പകർന്നു കൊടുത്ത് ഒരു നിലയ്ക്കും ക്ഷമകേടിലേക്ക് പോകരുത്, ഒരു നിലയ്ക്കും യുദ്ധത്തിലേക്ക് പോകരുത്, ഒരു നിലയ്ക്കും ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് വ്യതിചരിക്കരുത്, ഉറച്ചു നിൽക്കണം, വിജയം ഉറപ്പാണ്. എല്ലാം ലംഘിക്കപ്പെട്ടു പോയ നബിത്തങ്ങൾ വന്നത് രാജാവായിട്ടാണ് വന്നത്. അത് തന്നെ ഇവിടെ ഉണ്ടാകും. മഹദി ഇമാമോട് വരാനുള്ളതാണ്. ഇസ്ലാമിന്റെ കൊടി ലോകത്ത് എന്തിനാ പറയണേന്ന് ഇപ്പോൾ ഒരു കൊല്ലായില്ല. ഡൽഹിയിലൊരു സമ്മേളനം നടന്നു. എൻ്റെ അടുത്ത് ആ പേപ്പർ കെട്ടിയിരിപ്പുണ്ട്. മാധ്യമ റിപ്പോർട്ട് ചെയ്ത വാർത്ത വേറെ പത്രത്തിലുണ്ടാവും. ഇവിടുത്തെ ഹിന്ദു തീവ്രവാദികളുടെ സമ്മേളനത്തിൽ ഒരു സ്വാമി, ഒരു പ്രഗത്ഭനായ സ്വാമി പ്രവചിച്ചാൽ ഈ ഹിന്ദു തീവ്രവാദികൾ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ മര്യാദക്കാരായ അതിനകത്തൊരു തീവ്രവാദം ന്യൂനപക്ഷമുണ്ട്. അവരാ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത്. ആ തീവ്രവാദികൾ അംഗീകരിക്കുന്ന സ്വാമി പ്രസംഗിച്ചു 2029-ന്റെയും 2039-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മുസ്ലിം പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് തന്നെ പേടി, ഇത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഈ രാജ്യത്ത് ഞങ്ങളുടെ മേൽക്കോയ്മ നിലനിൽക്കൂല, ഞങ്ങളുടെ സവർണ ആധിപത്യം നിലനിൽക്കൂല. ആരുണ്ടെങ്കിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ. ഈ മുസ്ലിങ്ങളോട് ഉള്ളതുകൊണ്ടിട്ടല്ല ഇന്ന് ശരിക്കും ഇന്ത്യ ഭരിക്കാൻ ഭരണാധികാരികൾക്ക് അധികാരം കിട്ടിയത്. സമുദായത്തിനെ ആക്രമിക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ട. നേരത്തെ ജോൺ പറഞ്ഞതുപോലെ എലിയുടെ സ്വഭാവമാണ്, മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സമുദായത്തിന് ആത്മധൈര്യം കൊടുക്കുക, സമുദായം അള്ളാഹുവിലേക്ക് കൈയുറത്താൻ പാകപ്പെടുത്തിയെടുക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ അസ്വസ്ഥതയ്ക്കും ഈ അക്രമത്തിനും അറുതി വരുത്താൻ സൃഷ്ടാവായ തമ്പുരാന് കഴിയുമെന്ന് സമുദായത്തിന് ബോധ്യപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാവരും ഭാഗവാക്കാകുക എന്ന് സമുദായത്തിനോട് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് ലജനത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് 1-ാം തീയതി നടക്കുന്ന പരിപാടി നമുക്കെല്ലാവർക്കും അറിയും. അതിലേക്ക് എല്ലാവരും പരമാവധി
എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. ഇൻഷാ അല്ലാഹ് പരിപാടിയിലേക്കും എല്ലാവർക്കും വന്നെത്തിച്ചേരണമെന്ന് എറണാകുളം ജില്ലക്കാരനായതുകൊണ്ടിട്ട് ആ ഒരു ശൈലിയിലും ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്ത എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇമാമത്തിന് ആളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ മദ്രസയിൽ പകരം പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കാണേണ്ടവരെയൊക്കെ കണ്ട് എത്രയോ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഒരു ആലിം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന. റഹ്മാനായ റബ്ബേ, ഈ വന്നവർക്കെല്ലാം ഈ അമലിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അള്ളാഹുവേ ഇരു ലോകത്തും ഇസ്സത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾക്ക് വിരാമിടുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.